ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഭാഗം 14. ലില്ലിയുടെ പള്ളിക്കൂടത്തിലെ അധ്യാപകന്റെ മറുപടി വന്നു. ലില്ലി പള്ളിക്കൂടത്തിൽ വരാതായിട്ട് അനേകം മാസങ്ങളായെന്നും അവളും അവളുടെ രക്ഷാകർത്തിയായിരുന്ന പേരമ്മയും ആ സ്ഥലം വിട്ടുപോയെന്നും എങ്ങോട്ടാണ് പോയതെന്ന് അറിവില്ലെന്നും അവർ പോകുന്നതിന് മുമ്പ് തന്നെ ലില്ലിയുടെ സഹോദരൻ പുറപ്പെട്ടു പോയി എന്നും അവനെപ്പറ്റിയും ഒരു തുമ്പും ഇല്ലെന്നുമാണ് ആ മറുപടി കത്തിലെ ഉള്ളടക്കം. ആ വിവരമറിഞ്ഞ് ബേബി പൊട്ടിക്കരഞ്ഞുപോയി. ദൈവം കരുണയില്ലാത്തവനാണെന്ന് പോലും അവന് തോന്നാതിരുന്നില്ല. സൗദാമിനിയും ഗോപിയും അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഈശ്വരൻ കരുണയുള്ളവനാണ് ബാല, അവന്റെ ശിരസിൽ തലോടിക്കൊണ്ട് സൗദാമിനി പറഞ്ഞു. അന്നുവരെ അവന്റെ ജീവിതത്തിന് എന്തോ ഒരു ഉദ്ദേശവും അർത്ഥവും ഉണ്ടായിരുന്നു. വിദൂരങ്ങളെങ്കിലും പ്രത്യാശകൾ നാമ്പിട്ടുകൊണ്ടിരുന്നു. അവന്റെ ഹൃദയം ശൂന്യമായതുപോലെ തോന്നി. അവൻ ഇനി ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്നൊരു തോന്നൽ. കാരണം അവന്റെ കുഞ്ഞു പെങ്ങൾ അവന്റെ ജീവിതത്തിന്റെയും ഹൃദയത്തിന്റെയും ഒരംശമായിരുന്നു. ഹൃദയമാകുന്ന കൂട്ടിൽ കൂടുവെച്ചിരുന്ന സ്വർണപക്ഷിയായിരുന്നു അവൾ, അവന്റെ പ്രിയപ്പെട്ട കുഞ്ഞുപെങ്ങൾ. ആ സ്വർണപക്ഷി നിലച്ചിരിക്കാതെ പറന്നു പോയി കളഞ്ഞിരിക്കുന്നു. എങ്ങോട്ടാണെന്ന് ഒരു രൂപവുമില്ല. ലോകം എത്രയോ വലുതാണ്. അവളെ ഇനി ഒരു കാലത്തും അവൻ കണ്ടുമുട്ടുകയില്ല. അവന്റെ ഹൃദയം നിരാശ കൊണ്ട് നിറഞ്ഞു. ഇനിയും കുട എന്തിന്? അവന് വേണ്ട. ഇനി ഒരിക്കലും അവൻ കുടയ്ക്കു വേണ്ടി ആഗ്രഹിക്കയില്ല. കുടകളായ കുടകളോടെല്ലാം അവന് വെറുപ്പായിരിക്കുന്നു. കുടകളോട് മാത്രമല്ല, ലോകത്തോട് മുഴുവനും. ഞാൻ പോവാ ഇച്ചേയി, സാറേ ഞാൻ പോവാ. അവൻ യാത്ര ചോദിക്കുകയായി. ആത്മാർത്ഥമായിരുന്നു ആ യാത്ര ചോദിക്കൽ. എങ്ങോട്ട്? അബദ്ധം പറയുന്നോ ബാലാനി? സൗദാമിനി കാരുണ്യപൂർവ്വം അവനെ ശാസിച്ചു. എവിടെ വെച്ചെങ്കിലും നിന്റെ കുഞ്ഞു പെങ്ങളെ നീ കണ്ടുമുട്ടും ബാല, നീ വിഷമിക്കാതിരിക്കൂ. ഗോപി അവനെ സമാശ്വസിപ്പിച്ചു. ഞങ്ങൾ തിരക്കാം ബാല, നീ ഒട്ടും ദുഃഖിക്കണ്ട. നിന്റെ ഒരു പെങ്ങളായിട്ട് എന്നെ വിചാരിച്ചാ മതി, നിന്റെ യജമാനത്തിയല്ല. സൗദാമിനിയുടെ കണ്ഠമിടറി. പിന്നീട് ആ സംഭവത്തെപ്പറ്റി ഗോപിയും സൗദാമിനിയും തമ്മിൽ സംസാരിച്ചു. നിനക്ക് എന്താണ് ഇത്ര പെട്ടെന്ന് സങ്കടം വരാൻ? ഗോപി അല്പം അധികാരം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് ഇതൊരു പ്രത്യേകതയാണ്, പെട്ടെന്ന് കരച്ചിൽ വരിക. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കരയാൻ സാധിക്കുന്നില്ല. ഗോപിയുടെ അവസാനത്തെ വാചകം കേട്ടപ്പോൾ സൗദാമിനിയുടെ മുഖത്ത് പുഞ്ചിരിയുടെ ഒരു ഛായ മിന്നിപ്പൊലിഞ്ഞു. ഞാൻ ബാലനെ കാണുമ്പോഴൊക്കെയും എന്റെ അപ്പുക്കുട്ടനെ ഓർക്കും. ഏകദേശം ഇതുപോലെയായിരുന്നു അവനും, ഇതേ പ്രായം തന്നെ. പിന്നീട് ഗോപി ഒന്നും പറഞ്ഞില്ല. പലപ്പോഴും ചോദിക്കണമെന്ന് അവൻ വിചാരിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഒരു വേലക്കാരൻ ചെറുക്കനോട് അവൾക്ക് ഇത്രയേറെ പ്രതിപത്തി തോന്നാൻ കാരണം എന്താണെന്ന് ആ സംശയം നീങ്ങി. കണ്ണൻകിടാവിന് മണി വാങ്ങിയത് ഗോപിയും സൗദാമിനിയും ബേബിയും കൂടിയാണ്. ഒരു ഒഴിവു ദിവസം അവരൊന്നിച്ച് ചന്തയ്ക്ക് പോയി. വേറെയും സാധനങ്ങൾ വാങ്ങി. സൗദാമിനിക്ക് സാരിയും ഗോപിക്ക് മുണ്ടും ഷർട്ടിനുമുള്ള തുണിയും, അതോടൊപ്പം ബേബിക്ക് നല്ലൊരു ഉടുപ്പ് നിക്കറും. ഇതേതായി കൊച്ചൻ, ആങ്ങളെയാണോ? സൗദാമിനിയുടെ ഒരു സഹാധ്യാപിക വഴിക്ക് വെച്ച് ചോദിച്ചു. അതെ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ആശ്ചര്യപൂർവ്വം ബേബി അവളുടെ മുഖത്തേക്ക് നോക്കി. പള്ളിക്കൂടമുള്ള ദിവസമാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഒഴിവു ദിവസങ്ങളിലെ ഗോപിക്കും സൗദാമിനിക്കും പ്രദർശനം കാണാൻ പറ്റും. എങ്കിലും ഒരു ഉച്ചതിരിഞ്ഞ ദിവസം ഗോപി അവന് ആവശ്യമുള്ള പണവും കൊടുത്ത് പ്രദർശനത്തിന് പോയിക്കൊള്ളാൻ അനുവദിച്ചു. ബേബിക്ക് സന്തോഷമുണ്ടായി. അവൻ നല്ല ഷർട്ടും നിക്കറും ധരിക്കുകയും തലമുടി ഭംഗിയായി ചീകി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവനെ കണ്ടാൽ ആരും പറയുകയില്ല അവൻ വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന അനാഥ പയ്യനാണെന്ന്. അവൻ ടിക്കറ്റ് എടുത്ത് പ്രദർശന നഗരിയിൽ പ്രവേശിച്ചു. വളരെയേറെ ആളുകൾ ഉണ്ടായിരുന്നു. ചിലയിടത്ത് ആളുകൾ ഞെങ്ങി ഞെരുങ്ങി നിന്നു. അവൻ കണ്ടിട്ടില്ലാത്ത അനേകം കൗതുക സാധനങ്ങൾ കണ്ടു. കണ്ടിട്ടും അവന് മതി വരുന്നില്ല. അവൻ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു സ്വർണ്ണ പക്ഷിയെ വാങ്ങി. പച്ചപ്പനന്തത്തകളുടെ സർക്കസ് കളികൾ കണ്ടു. അവൻ അത്ഭുതപ്പെട്ടുപോയി. ഒരിടത്ത് റിപ്പണുകൾ മാത്രം, ഒരിടത്ത് കുട്ടിയുടുപ്പുകൾ മാത്രം, ഒരിടത്ത് കുപ്പിവിളകൾ മാത്രം. നേരം സായാഹ്നത്തോടടുത്തപ്പോൾ ആളുകളുടെ തിക്കും തിരക്കും വർദ്ധിച്ചു. കുട്ടികളും പ്രായം ചെന്നവരും സ്ത്രീകളും പുരുഷന്മാരും ഒരു വലിയ ഒഴുക്കുപോലെ നീങ്ങുകയാണ്. പാവകൾ നിരത്തിവെച്ചിരിക്കുന്ന ഒരു സ്റ്റാളിന്റെ അടുത്ത് അവൻ നിൽക്കുകയായിരുന്നു. കടൽത്തീര പോലെ ഒരു തള്ളൽ. 2 പെൺകുട്ടികൾ അവനെ തള്ളി നീക്കിയിട്ട് ഇടംവലം നോക്കാതെ മുന്നോട്ട് പാഞ്ഞുപോയി. അവൻ വീണില്ലെന്നേ ഉള്ളൂ. എങ്കിലും അവന്റെ സ്വർണപക്ഷികളിൽ ഒന്ന് തെറിച്ച് നിലത്ത് വീണുപോയി. അതൊന്ന് നോക്കിയെടുക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കാണ്. ഒരു പ്രകാരത്തിൽ അവൻ കണ്ടുപിടിച്ചു. പക്ഷേ അത് പൊട്ടിച്ചുളുങ്ങി നാനാവിധമായിരിക്കുന്നു അവന്റെ സ്വർണപക്ഷി. ഹോ, ധിക്കാരികളായ ആ പെൺപിള്ളർ! പൂമംഗലത്തെ ഗ്രേസി എന്ന പ്രഭുകുമാരിയുടെ നെറ്റി എറിഞ്ഞു പൊട്ടിച്ച പാരമ്പര്യമുള്ള അവന്റെ കൈ ധരിച്ചു. സഹിക്കാൻ തോന്നുന്നില്ല, കണ്ടാൽ തിരിച്ചറിയാം. മുഖങ്ങൾ ശരിക്കു കണ്ടില്ലെന്നേ ഉള്ളൂ, ഉടുപ്പുകൾ കണ്ടാൽ അറിയാം. കടും ചെമല നൈലോൺ ഉടുപ്പുകളും തലമുടികളിൽ പച്ച റിബണുകളും.
അവൻ മുന്നോട്ടാഞ്ഞു. മറ്റൊന്നും അവൻ നോക്കിയില്ല. ആ പെൺകുട്ടികളെ കാണണം, കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഓടണം. കാണുന്നില്ലല്ലോ. അവൻ ഞെക്കി ഞെരുങ്ങി 1-2 പ്രാവശ്യം ഒഴുക്കിന്റെ ഓളപ്പാത്തിയിലൂടെ മുന്നോട്ട് പാഞ്ഞു. കണ്ടില്ല. കാണും, എന്നെങ്കിലും കാണാതിരിക്കയില്ല. അവൻ പ്രദർശന നഗരിൽ നിന്ന് പുറത്തെ റോഡിലേക്ക് എത്തി. കുറെ അകലെ ഒരു കാറിൽ കയറുന്നത് ആ പെൺകുട്ടികളല്ലേ? അതെ, അവർ തന്നെ. അവൻ കാറിന്റെ അടുക്കലേക്ക് ഓടി. അപ്പോഴേക്കും കാർ തിരിഞ്ഞ് അവന്റെ അടുത്തുകൂടി തന്നെ പാഞ്ഞുപോയി. അവൻ പെൺകുട്ടികളുടെ മുഖങ്ങൾ ഒരു മിന്നായം പോലെ കണ്ടു. അവരിൽ ഒന്ന് അവന്റെ ലില്ലിയെ പോലെ തന്നെ ഇരിക്കുന്നു. അതിശയം തന്നെ. ആ കാർ എങ്ങോട്ടാണ് പോയതെന്ന് പോലും അറിഞ്ഞുകൂടാ. ആ കാറിന്റെ നിറം എന്തായിരുന്നു? അതും ഓർമ്മയില്ല. വാസ്തവത്തിൽ അത് ലില്ലി ആയിരിക്കുമോ? അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ കിടന്ന് പമ്പരം ചുറ്റുന്നു. അത്രയും നല്ല ഉടുപ്പ് അവൾക്കില്ല. അവളെ ആര് കാറിൽ കയറ്റാനാണ്? അവന്റെ വെറും തോന്നലായിരുന്നു, വെറും സങ്കല്പം മാത്രം. എങ്കിലും